ഫിയർ ആൻഡ് ഷെയിം, ഭയവും ലജ്ജയും. നമ്മൾ അനാഥത്വ സ്പിരിറ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഒറ്റമൂലിയായ പരിശുദ്ധാത്മാവില്ല എങ്കിൽ നമ്മളിലെല്ലാം അനാഥ സ്പിരിറ്റ് കളിക്കുന്നുണ്ട്. ഇറ്റ്സ് ആൻ ഇല്ലീഗൽ സ്പിരിറ്റാണ്. അത് ഒരു അശുദ്ധാത്മാവാണ്. അനാഥ സ്പിരിറ്റ് ഒരു അശുദ്ധാത്മ. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ബ്ലാക്ക് ഹോൾ പോലെ ഇരിക്കുകയാണ്. അത് അടിച്ച് കളയണമെങ്കിൽ നമ്മളത് ഓരോന്നിലും ഈ കാർപ്പറ്റിൻ്റെ അടിയിലോട്ട് ഇട്ടോ അത് സാരമില്ല സാരമില്ല, അത് ഞാൻ കുറച്ച് പെർഫ്യൂം അടിക്കുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നും പറഞ്ഞ് നടക്കുന്ന മനുഷ്യരാണ് വിശ്വാസികൾ. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഹി വാണ്ട്സ് ഇറ്റ് ടു ബി ഡെൽറ്റ് വിത്ത്. ഇതൊരു ക്രിട്ടിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് മക്കളെ ദൈവത്തെ അപ്പനില്ലാത്തവരെ പോലെ പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് സ്വന്തം ഭവനത്തിലേക്ക് അവർ കയറി വരാത്തത്? അവർക്ക് അവരുടെ ഭവനമാണെന്ന് തോന്നിയിട്ടില്ല. എന്തുകൊണ്ട് അവർ പിതാവിൻ്റെ ഭവനത്തിൽ ക്രിസ്തുവിൻ്റെ രക്തവും പിടിച്ചുകൊണ്ട് കയറി ചെല്ലുന്നത്? ആരും പഠിപ്പിക്കുന്നില്ല. യേശുവിൻ്റെ രക്തം പിടിച്ചുകൊണ്ട് കയറി ചെല്ലാമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. ഒന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, പാപപരിഹാരം കർത്താവിൻ്റെ രക്തത്താൽ ലഭിക്കുന്നുവെന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ പാപപരിഹാരം ലഭിച്ചവൻ പുത്രനെ പോലെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഉണ്ട്, ചിലയിടത്തുണ്ട്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഐ സീ ദ ഡിഫറൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആത്മാവിൻ്റെ തീഷ്ണത വരുമ്പോൾ ഒരാൾക്ക് അവരൊന്നിച്ച് നിന്നിട്ട് ദൈവത്തിന് ആത്മാവിൽ ആരാധിച്ച് മുൻപോട്ട് കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കൂടുതലും സത്യം പറഞ്ഞ പ്രെയർ മീറ്റിങ്ങുകൾ പ്രെയർ മീറ്റിംഗ് ആവശ്യമുണ്ടില്ലെന്നല്ല, പ്രെയർ മീറ്റിങ്ങുകൾ മാറ്റിയിട്ട് സ്തുതിപ്പിൻ്റെ മീറ്റിങ്ങുകളാക്കിയാണ്, സ്തോത്രയാഗത്തിൻ്റെ. അത് ചിലപ്പോൾ നമ്മളൊരിക്കലും ശരിയാണ്, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് പ്രെയർ മീറ്റിംഗ് നമ്മുടെ ഹൃദയത്തിൽ ആദ്യത്തെ ചിന്ത വരുന്നുണ്ടോ കഷ്ടവും ദുരിതവും പറയാൻ വരുന്ന സ്ഥലം അല്ലേ? അങ്ങനെയല്ലേ ചിന്ത. അതുവരെ സ്തുതിപ്പിൻ്റെ ആയിട്ടുള്ള അത് ദൈവത്തിൻ്റെ മഹത്വത്തെ ഉള്ളു. അത് സ്തുതിപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഈ വെർബലൈസേഷൻ, അതായത് യൂസിങ് ദ റൈറ്റ് വേർഡ്, ഇറ്റ് റിയലി ബ്രിങ്സ് ഓണർ ടു ദ ലിവിങ് ഗോഡ്. അത് നമ്മൾ ആ കറക്റ്റ്, അതായത് ഈ ലിപികൾ, ഈ ലേഖനത്തിൽ ഹീബ്രു ഭാഷ തന്നെ ക്ലിയറായിട്ട് അതിനകത്ത് കോഡുണ്ട്. അത് കറക്റ്റായിട്ട് പറയുമ്പോൾ അത് ബുദ്ധി പ്രകാശിപ്പിക്കും. അതുപോലെ തന്നെ ഓരോ പറയുന്നിട്ട് മലയാളത്തിൽ നമ്മൾ അതിൻ്റെ ആൽഫബറ്റ് ക്ലിയറായിട്ട് പറയുമെങ്കിൽ നമ്മുടെ ബുദ്ധിമണ്ഡലം അതും ഏതൊരു ആൽഫബറ്റ് സ്ഫുടമായിട്ട് പറയുമ്പം അവിടെ ഒരു ബുദ്ധിക്കകത്തൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇറ്റ് ഗിവ്സ് ക്ലാരിറ്റി ടു അവർ തിങ്കിങ്. അത് ഈ ക്ലിയറായിട്ട് പറയാത്തവരെ കാണുമ്പോൾ നമ്മൾ പറയാം ഇച്ചിരി ബുദ്ധി കുറവാന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം ദി കാനോട്ട് പ്രൊനൗൺസ് സർട്ടൻ വേർഡ്സ്. അപ്പോൾ നമുക്കത് മനസ്സിലാകും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ, പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പം നമ്മളെല്ലാം മക്കളാണ്. ആ മക്കളുടെ എല്ലാ കുറവുകളും മറന്നിട്ട് അപ്പച്ചൻ്റെ അടുക്കൽ ചെല്ലേണ്ടത് നമ്മളിപ്പം ഫിയറിലും ഷെയിമിലുമാണ്. എന്തുകൊണ്ട് ഫിയർ ഉണ്ടാകുന്നു? ഫിയർ മീൻസ് ഭയമാണ്. ആദ്യത്തിലും ആദ്യകാലത്ത് ഭയമില്ലായിരുന്നു. കാരണം എല്ലാ ദിവസവും ഒരു ദൈവത്തോട് സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഈവനിങ്ങിൽ അവരപ്പനും മക്കളും സംസാരിച്ച പോലെ അന്നത്തെ വിശേഷം പറയും. അത് ചില വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നെന്ന് പറയും. ചിലപ്പോൾ അവിടെ എന്തെല്ലാം എന്തൊക്കെയാണ് അവർ വെള്ളത്തിലിറങ്ങി ഒന്നിച്ച് ചാടിക്കാണും. വീടുണ്ടോ അവരെന്തൊക്കെയാണ് പറഞ്ഞത്. ബട്ട് മസ്റ്റ് ബി റിയലി വണ്ടർഫുൾ. അതൊന്ന് നമുക്ക് മനസ്സുകൊണ്ട് പോലും ഇമാജിൻ ചെയ്യാൻ പാടായി മാറിയിരിക്കുന്നു. അവർ എല്ലാ ദിവസവും അപ്പൻ വരുന്നത് നോക്കി അപ്പനും മക്കളുമായിട്ട് സന്തോഷിക്കും. അവർ ഉന്നത പദവിയൊക്കെ നമുക്കങ്ങ് കൊതിയാകുന്നില്ലേ നമ്മുടെ ഹൃദയത്തിൽ. എന്നാൽ പാപം ചെയ്ത ദിവസം എന്തു പറ്റി? അന്നും ദൈവം കറക്റ്റ് ടൈമിൽ വന്നു, പക്ഷേ ഇവരടുക്കൂല, ഇവരൊളിച്ചിരിക്കുകയാണ്. ഒരു കുട്ടി പരീക്ഷ എഴുതിയിട്ട് എല്ലാത്തിനും 100% മാർക്കുണ്ടെങ്കിൽ ആ പേപ്പറും പിടിച്ച് അപ്പൻ വരുമ്പോൾ നോക്കിയിരിക്കും. ബിക്കോസ് ഹി ഡിഡ് വെരി വെൽ. ബട്ട് 2 തോറ്റു എന്നിരിക്കട്ടെ, ആ കൊച്ചു അപ്പൻ വരുമ്പം പ്രോഗ്രസ് കാർഡ് കാണിക്കൂല. ബിക്കോസ് ഹി ഈസ് അഫ്രെയ്ഡ് ആൻഡ് ഹി ഫീൽസ് ഗിൽറ്റി. അതാണ് ഷെയിം ആൻഡ് ഫിയർ ആൻഡ് ഗിൽറ്റ് കംസ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ്. അപ്പോൾ ഈ പെർഫോമൻസ് ചെയ്യാനുള്ള കൃപ കിട്ടണമെങ്കിൽ പോലും പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ഈ ആദ്യം തന്നെത്താനെ തീരുമാനം എടുത്തോടെ അവരുടെ പെർഫോമൻസ് ലെവൽ താണും. പിന്നെ അവർക്ക് ദൈവത്തിന് മുമ്പ് നിൽക്കാനൊക്കുന്നില്ല. ബിക്കോസ് ദേ ആർ നേക്കഡാന്ന് ആര് പറഞ്ഞു? ദൈവം ചോദിക്കുന്നുണ്ട്, നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? അപ്പോൾ ദൈവത്തിന് അറിയാൻ വേണ്ടിയിട്ട് ഈസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ ടു യു ആൻഡ് മീ. നീ നേക്കഡാന്ന് ആര് പറഞ്ഞു? നമുക്കവിടെ നിർത്താം. നമുക്ക് ചിലപ്പോൾ ചില കാര്യത്തിൽ ഇന്നാഡിക്വസി തോന്നിക്കും. എല്ലാത്തില്ല, ചിലത്തിൽ നീ അവിടെ നേക്കഡാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ബിക്കോസ് യു ആർ അസസിങ് വിത്ത് സംബഡി എൽസ്. മറ്റവർക്ക് ആ കഴിവുണ്ട്, അതിനാൽ എനിക്ക് ആ കഴിവില്ല. അവർക്ക് അത്രയുണ്ട്, എനിക്കിത്ര. ഇതെല്ലാം ബിക്കോസ് യു ആർ യൂസിങ് ദ വേർഡ്ലി സ്റ്റാൻഡേർഡ്. പിതാവാം ദൈവം എനിക്ക് ഇത്ര തന്നിട്ടുണ്ടെങ്കിൽ അത് മതി, ഉള്ളതിൽ തൃപ്തിപ്പെടുക.
2 താലന്തുള്ളവൻ 2 കൂടെ ചോദിച്ചോളൂ, 3 ഉള്ളവനോട് 3 കൂടെ, 5 ഉള്ളവൻ 5 കൂടെ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ എബിലിറ്റി. അപ്പോൾ ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്നത്. ഈ ഗിൽറ്റും ഷെയിമും ഒക്കെ പാപത്തിൻ്റെ എഫക്റ്റാണ്. ഔട്ട്കം ഓഫ് ദ സിൻ ഈസ് ഫിയർ ആൻഡ് ഷെയിം. അതായത് നമ്മൾ പെർപ്പച്വേറ്ററാണോ വിക്റ്റിമാണോ എന്ന് പ്രശ്നമല്ല. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അവഹേളിച്ചാൽ സ്ത്രീക്ക് ബലഹീനത, അവൾക്ക് ഷെയിം വരുന്നു, പുരുഷന് ഫിയർ വരുന്നു. സോ ഇറ്റ് അഫക്ട്സ് ബോത്ത് സൈഡ്. ഒരാളെ കൊന്നെന്നിരിക്കട്ടെ, ഒരാൾ മരിച്ചുപോയി, ദാറ്റ് ഈസ് ഫിനിഷ്ഡ്. മറ്റേ കൊല ചെയ്തവന് പിന്നെ എന്നും ജീവിതത്തിൽ ഭയമല്ലേ. സോ ഹി ഈസ് നോട്ട് ഇൻ എ ബെറ്റർ പൊസിഷൻ. ഭയവും ഷെയിമും ഒന്നിച്ചു പോകുന്നു, ഭയവും ലജ്ജയും ഒന്നിച്ചു പോകുന്നു. പാപം ചെയ്യുമ്പം മറ്റവൻ അതിനെ അഫക്റ്റ്, അതായത് ഏറ്റവും ഹേർട്ട് ചെയ്ത് മറ്റേ വ്യക്തിയാണെങ്കിലും നിന്നിലുള്ള ഭയം മാറുന്നില്ല. സോ ഇറ്റ് ഈസ് ഡബിൾ എഡ്ജ്ഡ് ആണ്, അപ്പുറത്തും ഇപ്പുറത്തും വരികയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ഹൃദയം ശുദ്ധമാക്കുക. അഴുക്ക് ചിന്ത വന്ന് എടുത്ത് ദൂരക്കള, രാവിലെ എടുത്ത് ദൂരക്കള. അഴുക്ക് ചിന്ത അത് കയറി വരും എല്ലാവരുടെയും തലയിൽ. 1000 ചിന്തകളാണ് ബൊമ്പാടിയത്. അതിൽ അഴുക്ക് ചിന്തനെ എലിമിനേറ്റ് ചെയ്തിട്ട് നല്ലതിനെ മാത്രം വളർത്തണം. അതിനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരുന്നത്. അപ്പം ഇറ്റ്സ് എ ഫിയർ ആൻഡ് ഷെയിം ആൻഡ് റിലീസ്ഡ് ആൻഡ് ആക്ടിവേറ്റഡ് ഇൻ ദ സിന്നർ, the injured party and the injured party who is the recipient. അത് പാപം ചെയ്യുന്നവനിലും പാപത്തിൻ്റെ ഇഫക്റ്റ് ഉള്ളവനിലും ഭയവും ലജ്ജയും ഭരിക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒരാളിൽ ഭയമാണെങ്കിൽ മറ്റേ ആളിൽ ലജ്ജയാണ്. കൊച്ചു പിള്ളേരെ ഉപദ്രവിക്കും, കൊച്ചു കുഞ്ഞുങ്ങൾ പറയൂല എന്താന്ന്, ബിക്കോസ് ദേ ഫീൽ ഷെയിംഡ്. അവരുടെ ശരീരത്തെ ഹനിച്ചതുപോലെ അവർക്ക് തോന്നിക്കും. ദേ വിൽ നോട്ട് സേ ഇറ്റ്. ചെയ്ത വ്യക്തിയിൽ ഒന്നും അവൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. പിന്നെ ചിലർ ബോൺ ക്രിമിനലുണ്ട്, അവരെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാനത്, അവർ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. നമ്മൾ പറയുന്നത് ദൈവാത്മാവില്ലാത്തടത്ത് ഇതെല്ലാം നടക്കുന്നുണ്ട്. എന്തുമാത്രം അധമമായ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന സമയത്ത് നടക്കുന്നു. A person who is violated feels ashamed. That person sometimes cannot talk about the offense because he thinks that they are at fault. അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ ഉപദ്രവിച്ചാൽ ആ കുട്ടി ആ വിഷമം പറയൂല ആരോട്. ബിക്കോസ് അങ്ങനെ ഒരു കുട്ടി എൻ്റെ അടുക്കെ വന്നു. I said, did you tell your mommy? No. എന്താ? പല റീസൺ അത് കുട്ടി പറഞ്ഞു. അതായത് ആരെ ഉപദ്രവിക്കുന്നു അവർ ആ ഷെയിം ആക്കിയ വ്യക്തിക്കും അവർക്കും ഗിൽറ്റ് ഫീലിംഗ് വരും. പിശാചിടുമത്. ദുഷ്ടത ചെയ്തതിൻ്റെ പേരിൽ ഒരു ഭയമുണ്ട്, പക്ഷെ അവൻ ഭയം മറച്ചു വെച്ച് നടക്കുകയാണ്. ഒരു കാലത്ത് അവനെ പുറത്തു കൊണ്ടുവരും ദൈവം. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ അത് അങ്ങനെ അടഞ്ഞിരിക്കും. പിശാചിന് തന്ത്രങ്ങളുണ്ട്, നമ്മൾ അറിയണം ഇതൊക്കെ. The offense also presents penalties for the offender. അപ്പോൾ ഈ തെറ്റ് ചെയ്തവനിലും ഭയം കയറി വരും. അതുകൊണ്ടാണ് ആദവത്തിനും ഭയം കയറി വന്നു. ഇതുവരെ ഭയം എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു, ഭയം എന്താണെന്നും ലജ്ജ എന്താണെന്നും അറിയാൻ വയ്യാതെ ആദവമായി. ഇന്നിപ്പം എന്താ പിതാവിന് മുമ്പിൽ അടുക്കത്തില്ല. പിതാവ് ചോദിക്കും, നിങ്ങളോട് ആര് പറഞ്ഞു നിങ്ങൾ നേക്കഡാണെന്ന്, നിനക്ക് നഗ്നനാണെന്ന് ആര് പറഞ്ഞു? പിതാവിന് അറിയാൻ വേണ്ടിയിട്ട് അറിയുന്നുണ്ട്. നമ്മൾ ഇതുപോലെ അല്ലേ ജീവിതത്തിൽ എത്രയോ ഏറിയ ആൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ വയ്യാത്ത ഷെയിം, ലജ്ജാകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ കൂടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, പിന്നെ മറ്റുള്ളവരുടെ ഉപദ്രവം. നമ്മൾക്ക് ഭയവും ഷെയിമും കടന്നു വരുന്നത് നമ്മൾ തന്നെ തീരുമാനങ്ങൾ എടുത്ത നിമിഷം തൊട്ടാണ്. പ്രൈഡ്, അതായത് നമ്മൾ തന്നെത്താനെ തീരുമാനം എടുക്കാൻ തുടങ്ങിയതോടെ ദ സെൽഫ് റിലയൻഡ് ലീഡ്സ് ടു പ്രൈഡ് ആൻഡ് പ്രൈഡ് ഗീവ്സ് ബർത്ത് ടു അറഗൻസ്. നമുക്ക് തന്നെത്താനെ ചെയ്യുമ്പം അതിനകത്തും നമുക്കൊരു അഹങ്കാരം പൊങ്ങി വരും, എനിക്കെല്ലാം ചെയ്യാം. പക്ഷെ ചെയ്യാനൊത്തിനെ നമുക്ക് ദേഷ്യവും വരും. അറഗൻസ്, പ്രൈഡും അറഗൻസും ഒക്കെ ഇതെല്ലാം പാപത്തിൻ്റെ ഇഫക്റ്റാണ്. ഇതൊന്നും ഏദൻ തോട്ടത്തിൽ ദൈവം ഉദ്ദേശിച്ചില്ല, നമ്മളിൽ ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിപരീതമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അവിടെ എല്ലാം ഭയത്തിനും ലജ്ജയ്ക്കും സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിപരീതമാണ്. അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്താതെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യാതെ, എനിക്ക് 2 തന്നിട്ടുള്ളെങ്കിൽ 2ഉം കൂടെ ഉണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ബി ഹാപ്പി. കൂടുതൽ വേണം മറ്റവരുടെ കൂട്ടാകണം എന്നുള്ള ചിന്ത തന്നെ. അതാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടും ഈ
നമ്മൾ ഈ ബ്യൂട്ടി പ്രോഡക്റ്റ് കൊണ്ടും അതല്ലെങ്കിൽ പേഗൻസി ഇത് മിസ് വേൾഡ് മിസ് ഇന്ത്യ ഒക്കെ നമ്മുടെ കാര്യം ഇവർ മാത്രമേ ബ്യൂട്ടിഫുള്ളെന്ന്. അവർ മാത്രമേ ബ്യൂട്ടിഫുള്ളെന്ന് ആര് നിന്നോട് പറഞ്ഞു? എവ്രി പേഴ്സൺ ഈസ് ബ്യൂട്ടിഫുൾ ബിഫോർ ദി ഐ ഓഫ് ദ ലോർഡ് ഇല്ലേ? ഒരപ്പനും അമ്മയ്ക്കും അവരുടെ മക്കളല്ലേ ഏറ്റവും സൗന്ദര്യമുള്ളവർ അല്ലേ? ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും സൗന്ദര്യമുള്ളവരല്ലേ? എന്ത് ഒത്തിരി മാറാൻ കിടക്കുന്നു. അഡ്വർടൈസ്മെൻറ്റ് പുറകെ നമ്മൾ പോകുന്നു, മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി നമ്മളെ അസസ് ചെയ്യുന്നു, അവരുടെ കഴിവും നമ്മളുമായിട്ട് ടാലി ചെയ്യുന്നു. എന്നിട്ട് ഇതൊന്നും സംഭവിക്കാത്തപ്പോൾ നമുക്ക് ദേഷ്യം വരും, പിന്നെ നമുക്ക് അരഗൻസ് വരും, പിന്നെ ചിലർ കത്തി വെച്ച് കുത്തിക്കൊല്ലും, മറ്റുള്ളവരുടെ നന്മ കാണാൻ സഹിക്കത്തില്ല. ഇതെല്ലാം സംഭവിക്കുന്നത് ബിക്കോസ് വി ഹാവ് ആൻ ഓർഫൻ സ്പിരിറ്റ് ഇൻസൈഡ്. ചിലരാണെങ്കിൽ പ്രോബ്ലമുണ്ട്, അതെന്നിട്ട് നമ്മൾ വിചാരിക്കുക അത് അവിടെ കിടന്നോട്ടെ, അതങ്ങനെ മൂടി വെക്കും. അത് പലരും ചെയ്യും. ഈ അധികം ദേഷ്യപ്പെടാത്തവർ അത് ഉള്ളി വെച്ചിരിക്കും. ഉള്ളി വെക്കുന്നവർക്ക് രോഗം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ മൂടി വെക്കും. ദാറ്റ്സ് നോട്ട് വാട്ട് ഗോഡ് വാണ്ട്സ്. ബ്രിങ് ഇറ്റ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ അനുതാപത്തിൻ്റെ ഒരു ഹൃദയം നമുക്ക് വരണം. ദൈവമേ, എനിക്കൊരു പ്രോബ്ലമുണ്ട്, എന്നിൽ ഭയമുണ്ട്, 1. 2, എന്നിൽ ലജ്ജയുടെ അവസ്ഥകളുണ്ട്. അതെൻ്റെ കുടുംബത്തിലുള്ളതായിരിക്കും. ചിലപ്പോൾ എത്രയോ കുടുംബങ്ങളിൽ ബന്ധനങ്ങൾ എനിക്ക് എന്നോട് പറയാറുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ വയ്യാത്തത് ലജ്ജാകരമായ അവസ്ഥകൾ. അതൊക്കെ ഒളിച്ചു വെച്ച് അവസാനം കുടുംബം നശിക്കുകയാണ്. അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പറഞ്ഞ് ക്ഷമിച്ച് അന്യോന്യം എന്നേക്കായിട്ട് ആ പാമ്പിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പുതിയ ഭവനം, പുതിയ ഹൃദയം പണിതെടുക്കാൻ ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുകയാണ്. ആർ യു വില്ലിങ്? ആർ യു റെഡി ടു ഡു ഇറ്റ്? ഷെയിം എന്ന് പറയുന്ന ഈ ഷെയിമെന്ന് അല്ലെങ്കിൽ ലജ്ജാകരകാര്യം ഒരു ടോപ്പിക്ക് പോലും ആർക്കും പറയാൻ ഇഷ്ടമല്ല. ഷെയിംഫുള്ളായിട്ടുള്ള തിങ്സ് മറ്റുള്ള മുമ്പിൽ നമ്മൾ പൊക്കൂല. ബിക്കോസ് ഇറ്റ് ഈസ് പറയാൻ തന്നെ നമുക്ക് ലജ്ജയാണ്. പക്ഷെ അതൊന്നും ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കസേര അപ്പുറത്തിട്ട് ദൈവമേ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്, ഞാൻ പിതാവിനോട് പുത്രനോട് സംസാരിക്കുന്ന പരിശുദ്ധ എൻ്റെ ഭാരം മാറ്റിത്തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം മാറ്റിത്തരും. ദൈവം നമുക്ക് ഒരപ്പനായിട്ട് നിന്നിരിക്കുകയാണ്. കർത്താവ് നമ്മുടെ കൂടെ വന്ന് നമ്മളെ ഇന്ന് സഹായിക്കാനായിട്ട് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. അപ്പൻ്റെ ജോലി നമ്മുടെ ഭയത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും രക്ഷിക്കുക എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ലജ്ജയും ഭയവും അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണ്. ഉപദ്രവിക്കുന്നവനും ഉപദ്രവം സഹിക്കുന്നവനും ഒരുപോലെ ഹേർട്ടാവുന്നുണ്ട്. അറിയുന്നില്ല പലതരത്തിലും. ഒരാൾക്ക് ഹൃദയം ഭയം കൊണ്ട് നിറയും, മറ്റേയാൾക്ക് ലജ്ജ കൊണ്ട് നിറയും. എങ്ങനെയാണെങ്കിലും മനുഷ്യത്വം ഇല്ലാതായി മാറി. ഇതൊക്കെ പാപത്തിൻ്റെ തന്നെത്താനെ തീരുമാനം എടുക്കാമെന്ന് ജീവിച്ച് അത് ഞങ്ങൾക്കൊരു ലയബിലിറ്റിയായി മാറിയിരിക്കുക. ഇതൊക്കെ മുമ്പ് അപ്പച്ചനെല്ലാം തീരുമാനിച്ച് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന് ഭക്ഷണം വരെ മേശപ്പുറത്ത് ഒരുക്കി തന്നിട്ട് നമ്മളത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് തിരിച്ച് ചോദിക്കുക, ദൈവമേ ആ കൃപ വീണ്ടും തരണമേ. തൻ്റെ വിശുദ്ധന്മാർക്ക് അവൻ ഉറക്കത്തിൽ പോലും കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ ഭവനങ്ങളിൽ. നിൻ്റെ സ്വർഗഭണ്ഡാരം തുറന്ന് അപ്പച്ചൻ്റെ ആത്മാവ് ഉള്ള ദൈവദൂതന്മാർ കയറി ഇറങ്ങി ദൈവത്തിൻ്റെ ഗോവേണി ഇവിടെ കയറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ യാക്കോബ് കണ്ടതുപോലെ ദൂതന്മാർ മുകളിലോട്ട് കയറുന്നു, താഴോട്ട് ദൈവത്തിൻ്റെ ഉത്തരവുമായിട്ട് കയറി വരുന്നു. ഒരു ഭവനമായിട്ട് ഒരു ബഥേലാക്കി ഞങ്ങളുടെ ഭവനമാക്കണം. അവിടുത്തെ ഓരോ കോൺവെർസേഷനും ദൈവത്തിൻ്റെ ആത്മാവ് കേൾക്കുന്നതായിരിക്കണം. തിരുഖിതത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഈ ഭവനത്തിൽ നടക്കരുത്. ഞങ്ങളുടെ ഹൃദയത്തിൽ കയറ്റരുന്നാഥ. ഞങ്ങളെ ശുദ്ധമുള്ളവരാക്കി തീർത്താട്ടെ. നിൻ്റെ മക്കളെന്നുള്ള പദവിയിൽ ജീവിപ്പാൻ പ്രത്യേക ട്രെയിനിങ് ആവശ്യമുണ്ട് ഈ ലോകത്തിൽ. അത് ഞങ്ങൾക്ക് തരാൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. അച്ഛൻ പറഞ്ഞ് ഞങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടത്തുന്നു. പരിശുദ്ധാത്മാവെ സഹായിച്ചാട്ട്. അവിടെ നിന്ന് അത് ചെയ്യുന്നതിന് നന്ദി. തലമുറമായി കൃപ അയക്കുന്നതിന് നന്ദി. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.